ക്യാമ്പിലെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ കണ്ടു നോക്കൂ. അപ്പോൾ ഇതാ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി വന്ന് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ വെറൈറ്റി ഫുഡുകളാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുഡിന് ടൈമുണ്ട്. ആ ടൈമിൽ വന്നിട്ട് കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ ഫുഡ് കിട്ടില്ല. ഇവിടെ മോർണിംഗിൽ 8 to 10 ലഞ്ച് 11 to ആ ടൈമിലാണ് വരുന്നത്. പിന്നെ ഈവനിങ്ങിൽ ഡിന്നറ് 6 to 9:30 10 ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ കഴിയും. അപ്പം നേരത്തെ വന്നിട്ട് ഫുഡ് കഴിക്കണം. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളായിരുന്നു. പിന്നെ സ്വീറ്റ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈവനിങ്ങിൽ ഇതാ ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ അവിടെ അങ്ങനെ ഇരുന്നു. ഒരു 10 മണിയോട് കൂടിയിട്ട് അവിടെ ആളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ എടുത്തത് വീഡിയോ. ഇത് പിറ്റേ ദിവസം മോർണിംഗിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഇതുപോലെ കുറേ ടെന്റുകളുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ ഒരു അനിമൽസ് ഒമാനിലെ ദേശീയ അനിമൽസ് ആണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്. അതിങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡുകളൊക്കെ എടുത്തു. പൂരി, ബാജി, അതുപോലെ ഓംലെറ്റ്, പൊട്ടറ്റോൻ്റെ കട്ട്ലറ്റ്, പാൻ കേക്ക്, അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡൊക്കെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഉച്ചക്ക് ഞങ്ങൾ ലഞ്ചിന് പുറത്തുനിന്ന് ഫുഡ് ഞങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത് കേട്ടോ. ഇവിടെ നിന്നല്ല കഴിച്ചത്, പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് കഴിച്ചത്.
റിയാനും തനിച്ച് നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. ഇനി ഞങ്ങൾ സൺസെറ്റ് കാണാനായിട്ടാണ് പോകുന്നത്. കുറേ പേരൊക്കെ ഒട്ടകത്തിൻ്റെ പുറത്ത് അങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങൾ വണ്ടിയിലാണ് പോയത്. അപ്പോൾ സൺസെറ്റ് കാണാൻ പോകാനായിട്ട് ചെരുപ്പൊക്കെ കൊടുന്ന് തരികയാണ് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ചെരുപ്പ് അങ്ങനെ ഇട്ടിട്ടോ ഷൂ ഇട്ടിട്ടൊന്നും മണലിലൂടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലിടുന്ന ചെരുപ്പ് കൊണ്ടുവന്ന് തന്നതാണ്. പിന്നെ ചെരുപ്പില്ലാതെ നമുക്ക് മണലിലൂടെ നടക്കാനും പറ്റില്ല, കാല് നന്നായിട്ട് ചൂടാവും. അങ്ങനെ ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. നല്ല ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഈ ഒരു 1000 നൈറ്റ് ഈ ഒരു ക്യാമ്പിൽ വരാത്തവരാണെങ്കിൽ ഒന്ന് വന്ന് ഇവിടെ വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യണം കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. സൺസെറ്റ് എല്ലാം കണ്ട് ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു. കുട്ടികൾ കുറച്ച് സമയം പുറത്തൊക്കെ കളിച്ച് സ്വിമ്മിംഗ് പൂളിൽ പോയി. അതെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഉറങ്ങുകയാണ്. മോർണിംഗിൽ ഞങ്ങൾ ഇവിടെ നിന്നും ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് 3 ദിവസമായി. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസാണ് കേട്ടോ ഇത്. ഒമാനിലെ ബിദിയ 1000 നൈറ്റ് ക്യാമ്പിൽ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ വന്ന് നോക്കൂ. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസാണ്. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ശരിക്കും നമുക്ക് മനസ്സിനൊക്കെ നല്ല ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇത് മരുഭൂമിയിലാണ് ഇതെന്ന് നമുക്ക് തീരെ മനസ്സിലാകില്ല. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മരുഭൂമിയിലാണ് എന്നുള്ളത് ഒട്ടും നമുക്ക് മനസ്സിലാകില്ല. അത്ര മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. നമ്മളെ റൂമിൽ നിന്ന് അവരെ തന്നെ പിക്ക് ചെയ്തിട്ട് അവിടെ എത്തിച്ചു തരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ തിരിച്ചു പോകുന്നത് മസ്കറ്റ് വഴിയാണ്. ഇനി ഒമാനിൽ സോഹാറിലെത്തി അവിടെ നിന്നും UAE തിരിച്ചു പോകും. ഈ വീഡിയോയുടെ പാർട്ട് 1 ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവർ കണ്ടു നോക്കൂ. പിന്നെ എന്നോട് എൻ്റെ സൗണ്ടൊക്കെ ക്ലിയർ ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൗണ്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. എല്ലാവർക്കും ബായ്.